rosary is a powerful weapon for me as well. That's how my testimony begins. But what was it like for you to find Jesus? Was it through rosary, or was it any other experience or moment in your life which led you to find that this is my Lord and Savior, this is the one who I'm to worship all my life? ഞങ്ങളുടെ പള്ളിയിൽ എഴുതി വച്ചിട്ടുണ്ട്, അമ്മ വഴി ഈശോയിലേക്ക്. മാതാവിൻ്റെ കീഴെ അതൊരു സെൻറ്റൻസ് എപ്പോഴും എഴുതി വെച്ചിട്ടുണ്ട്. അപ്പം ഞങ്ങൾക്കതൊരു സുഹൃത ജപമാണ്. ചിലപ്പോൾ 100 times പറയും, ചിലപ്പോൾ ഓർമ്മ വരുമ്പോഴൊക്കെ പറയും, അമ്മ വഴി ഈശോയിലേക്ക്. അങ്ങനെ പറഞ്ഞ് പഠിച്ച് ഞങ്ങൾ ഈശോയോടുള്ള റെസ്പെക്റ്റും സ്നേഹത്തിലും വളർന്നു. പക്ഷേ അമ്മോടാണ് എപ്പോഴും പറയുക, പരിശുദ്ധ അമ്മോടാണ് എല്ലാ കാര്യങ്ങളും പറയുക. ജോലി കിട്ടി ഞാൻ അവിടെ ജോലി ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ കുറച്ച് കൊല്ലങ്ങൾ കഴിഞ്ഞപ്പോൾ എൻ്റെ ഒരു ഫ്രണ്ട് ഉണ്ട്, അവൾ വന്ന് ജോയിൻ ചെയ്തു. പെന്തിക്കോസ്ത് ഫ്രണ്ടാണ്. അപ്പോൾ അവൾ ഇതുപോലെ ഞങ്ങൾ ഉച്ചയ്ക്ക് ലഞ്ചൊക്കെ കഴിഞ്ഞിട്ട് സംസാരിക്കുന്ന സമയത്ത്, അതായത് ഞാൻ നോക്കുകയാണ് ഈശോ എങ്ങനെയൊക്കെയാണ് ആരിൽ കൂടെയാണ് കമ്മ്യൂണിക്കേഷൻ തുടങ്ങുന്നതെന്നുള്ളത്. അപ്പോൾ ഞങ്ങൾ സംസാരിച്ച് തുടങ്ങിയപ്പോൾ എന്നോട് ആ കൊച്ചു പറഞ്ഞു, ഞങ്ങളുടെ പള്ളിയിൽ പരിശുദ്ധാത്മാവിൻ്റെ വരങ്ങളുണ്ട്, അന്യഭാഷയുണ്ട് എന്നുള്ളത് പറഞ്ഞു. അത് പറഞ്ഞു കഴിഞ്ഞപ്പോൾ എനിക്ക് ഭയങ്കര അതിശയം തോന്നി. കാരണം അത് 90s-ലാണ്. അപ്പോൾ എനിക്ക് അത്രയ്ക്കൊന്നും അറിവില്ലായിരുന്നു പരിശുദ്ധാത്മാവിൻ്റെ വരങ്ങളെ പറ്റി, അല്ലെങ്കിൽ വചനത്തിനെ പറ്റിയൊന്നും വലിയ അറിവില്ലായിരുന്നു. അപ്പോൾ ഞാൻ ചെന്നിട്ട് എൻ്റെ മമ്മിയോട് ചോദിച്ചു, മമ്മി പരിശുദ്ധാത്മാവ് എങ്ങനെയാണ് കിട്ടുക, പരിശുദ്ധാത്മാവിൻ്റെ വരങ്ങൾ എങ്ങനെയാണ് കിട്ടുക, ഇത് ബൈബിളിൽ എവിടെയാണ് എഴുതിയിരിക്കുന്നത്? അപ്പോൾ എൻ്റെ മമ്മിക്ക് ബൈബിളിനെ കുറിച്ച് നല്ല അറിവുണ്ട്. അപ്പോൾ മമ്മി എനിക്ക് ബൈബിൾ എടുത്ത് കാണിച്ചു തന്നിട്ട് എന്നോട് പറഞ്ഞു, ഇതാണ് ബൈബിളിൽ എഴുതിയിരിക്കുന്നത്, ഇത് പ്രാർത്ഥിക്കുന്ന എല്ലായിടത്തും പരിശുദ്ധാത്മാവിനെ വർഷിക്കും, അവിടെ പരിശുദ്ധാത്മാവിൻ്റെ വരദാനങ്ങൾ, പല വരദാനങ്ങളുണ്ടല്ലോ, അത് കിട്ടുമെന്ന് പറഞ്ഞു. അപ്പോൾ ഓക്കെ, ഞാൻ മമ്മിയോട് ഓക്കെ പറഞ്ഞു. ഞാൻ എൻ്റെ മനസ്സാലെ കർത്താവിനോട് യുദ്ധം ചെയ്തു, കൊച്ചു കുട്ടികളെ പോലെ. എനിക്കിത് കിട്ടണം, പരിശുദ്ധാത്മാവിനെ കിട്ടണം, ഇതെവിടെ കിട്ടും? അങ്ങനെയുള്ള ഒരു വാശിയും ഒരു എന്തെന്നാ പറയേണ്ടത്, കിട്ടിയേ തീരുമെന്നുള്ള കൊച്ചു കുട്ടികളുടെ ഒരു നിർബന്ധവും അത് എൻ്റെ ഉള്ളിലുണ്ടായിരുന്നു. അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഞങ്ങൾ താമസിക്കുന്നതിൻ്റെ അടുത്ത ഒരു വീട്ടിൽ, അവരും ക്രിസ്ത്യൻസ് തന്നെ, അവിടെ വചനോത്സവം മാസിക വന്നത്. അത് കോട്ടയിൽ നിന്ന് ഇറക്കിയതായിരുന്നു. വചനോത്സവം മാസിക ഞാൻ കണ്ടു കഴിഞ്ഞപ്പോൾ എനിക്ക് അതിശയം തോന്നി, സന്തോഷം തോന്നി. കാരണം അവിടെ പരിശുദ്ധാത്മാവ് കിട്ടുന്നുണ്ട്. ഞാൻ എൻ്റെ ഹസ്ബൻഡിനോട് പറഞ്ഞു, നമുക്ക് തീർച്ചയായിട്ടും പോട്ടാശ്രമത്തിൽ പോകണം. അപ്പം ഞാനിത് അറിഞ്ഞത് ഡിസംബറിലാണ്. പിന്നെ കൊച്ചുങ്ങൾക്ക് വെക്കേഷൻ ആയപ്പോൾ അത് മെയ് മാസത്തിൽ ഞങ്ങൾ പോട്ടയിൽ പോയി. എൻ്റെ ദൈവമേ, ഞാൻ കർത്താവിനോട് ബസ്സിൽ കയറുമ്പോഴും ഇരിക്കുമ്പോഴും എല്ലാം ഞാൻ പറഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു, എനിക്ക് പരിശുദ്ധാത്മാവിനെ കിട്ടണം. അപ്പോൾ പക്ഷെ ഒരു കാര്യം പറഞ്ഞിരുന്നു, അവിടെ മാത്യു അച്ഛനുണ്ട്, ആ മാത്യു അച്ഛൻ നമ്മുടെ തലയ്ക്ക് കൈവച്ച് കഴിഞ്ഞാൽ പ്രാർത്ഥിച്ച പരിശുദ്ധാത്മാവിനെ കിട്ടും. പക്ഷെ മാത്യു അച്ഛൻ്റെ അവിടെ ഇല്ല. മാത്യു അച്ഛന് കറങ്ങണം, പലയിടത്തും പ്രഘോഷിക്കാൻ പോകണം ഈശോയെക്കുറിച്ച്. അപ്പോൾ എന്തു ചെയ്യും? അങ്ങനെ ഞാൻ അതും സങ്കടപ്പെട്ടു തുടങ്ങി. പക്ഷെ എന്നാലും എൻ്റെ ഒരു വാശിയായിരുന്നു, പരിശുദ്ധാത്മാവല്ലേ, അവിടെ മുഴുവൻ നിറഞ്ഞു നിൽക്കണ്ടായിട്ട് അറിയാം പരിശുദ്ധാത്മാവ് എന്നെ തൊടാതെ പോവില്ല. പക്ഷെ എങ്ങനെ തൊടും, അതിൻ്റെ എക്സ്പീരിയൻസ് എന്താണ്, ഇതൊന്നും എനിക്കറിയില്ലായിരുന്നു. ഞാനും ഹസ്ബൻഡും കൂടി പോട്ടാശ്രമത്തിൽ ചെന്നപ്പോൾ തിങ്ങി നിറഞ്ഞ ജനം, ഒരു മൊട്ടുസൂചി പോലും താഴത്ത് വീഴാനുള്ള ഇടയില്ല, അത്രമാത്രം ജനങ്ങൾ. ഞാനും ഹസ്ബൻഡും ഏറ്റവും പിന്നിൽ ജനലയുടെ അടുത്തായിട്ട് അവിടെ നിന്നു. അപ്പോഴും എൻ്റെ നോട്ടം മുഴുവൻ മുകളിലാണ്. പരിശുദ്ധാത്മാവ് എവിടുന്നാണ് വരിക? അപ്പോൾ ഒരു ബ്രദർ സ്തുതിച്ചുകൊണ്ടേയിരിക്കുക. അതും എനിക്ക് മനസ്സിലാവുന്നുണ്ട്. ആ സ്തുതിപ്പൊക്കെ ഞാൻ ആദ്യമായിട്ടാണ് മനസ്സിലാക്കുന്നത്, ഇങ്ങനെ കർത്താവിനെ സ്തുതിക്കും എന്നുള്ളത്. അങ്ങനെ കുറച്ച് കഴിഞ്ഞപ്പോഴാണ്
പരിശുദ്ധാത്മാവിനെ നോക്കി നോക്കി വന്നപ്പോൾ ഞാൻ അറിയാതെ തന്നെ കർത്താവിനെ സ്തുതിച്ചു പോയി. ഹല്ലേലൂയ. ഞാൻ കർത്താവിനെ സ്തുതിച്ചു, എല്ലാം മറന്നുകൊണ്ട്. ഒരു 2-3 സെക്കൻഡ് എനിക്ക് തന്നെ അറിയില്ലായിരുന്നു. എൻ്റെ ഹസ്ബൻഡ് എൻ്റെ കൈ ഇങ്ങനെ പിടിച്ചുകൊണ്ട് വലിക്കുക. കാരണം എല്ലാവരും പേടിച്ച്, കുറേ പേരുണ്ട് അവിടെ അങ്ങനെ സ്തുതിക്കുന്നവർ. പക്ഷേ മറ്റുള്ളവരൊക്കെ ഇങ്ങനെ അടുത്തുള്ളവരൊക്കെ നോക്കി നിൽക്കുക. ഞാൻ ഒന്നും അറിയാതെ ഇങ്ങനെ കിടന്ന് ചാടി സ്തുതിക്കുകയായിരുന്നു. അപ്പോൾ ചിലർ പറഞ്ഞു ഹസ്ബൻഡോട്, പേടിക്കണ്ട, അത് പരിശുദ്ധാത്മാവിൻ്റെ അഭിഷേകമാണ്. അത് പറഞ്ഞു കഴിഞ്ഞപ്പോൾ ഹസ്ബൻഡിനൊരു സമാധാനമായി. കാരണം ആരും കണ്ടിട്ടില്ല ഇതുപോലൊരു സന്തോഷം, ഇതുപോലെ മനസ്സ് തുറന്ന് വായുവിൽ ഇങ്ങനെ കിടന്ന് ചാടി ദൈവത്തിനെ സ്തുതിക്കുക. ഇതൊക്കെ ഭയങ്കര അത്ഭുതമായിരുന്നു. അങ്ങനെയാണ് ആദ്യമായിട്ട് എനിക്ക് പരിശുദ്ധാത്മാവിനെ കിട്ടിയത്. ഞാൻ ചോദിച്ചത് എൻ്റെ കർത്താവ് തന്നു. അങ്ങനെ ഈശോയിലുള്ള സ്നേഹം, പരിശുദ്ധാത്മാവിൻ്റെ ശക്തി എല്ലാം കൂടിയായപ്പോൾ എനിക്ക് വളരെ ഒരു മനസ്സ് നിറഞ്ഞ പോലെയായിരുന്നു. അതായത് ഈ ലോകത്തുനിന്ന് കിട്ടാത്തൊരു തൃപ്തി അതിൽ കിട്ടുന്നുണ്ടായിരുന്നു. പിന്നെ ഞാൻ വചനം വായിക്കാൻ തുടങ്ങി. വചനം വായിക്കാൻ തുടങ്ങിയപ്പോൾ ഒരു എന്തെന്നാ പറയുക, ഒരിക്കലും അറിവില്ലാത്ത പോലെയുള്ള ഒരു അർത്ഥങ്ങൾ എനിക്ക് ആ വചനത്തിൽ നിന്ന് കിട്ടാൻ തുടങ്ങി. അങ്ങനെ വായിച്ചു വന്നപ്പോഴാണ് എനിക്ക് ഒരു വചനം വളരെ ഇഷ്ടപ്പെട്ടത്. അതെന്നെ വല്ലാതെ ആകർഷിച്ചു. കർത്താവിൻ്റെ ദാനമാണ് മക്കൾ, ഉദരബലം ഒരു സമ്മാനവും. സങ്കീർത്തനം 127:3. അപ്പോൾ ഞാൻ ആലോചിച്ചു, അതായത് ഉദരബലം ഒരു സമ്മാനം, അതിനെക്കുറിച്ച് ഞാൻ ആഴത്തിൽ ചിന്തിക്കാൻ തുടങ്ങി. മറ്റത് നമ്മൾ ഈശോയോട് പ്രാർത്ഥിക്കുമ്പോൾ കുറച്ച് അകൽച്ച തോന്നിയിരുന്നു. അതായത് പ്രാർത്ഥിക്കുമ്പോൾ കർത്താവ് ആകാശത്താണ്, നമ്മൾ ഭൂമിയിലാണ്, അങ്ങനെയൊക്കെയുള്ളൊരു വിശ്വാസത്തിലാണ് ഞാൻ പ്രാർത്ഥിക്കാറ്. പക്ഷേ ഉദരബലം ദൈവസമ്മാനം എന്ന് വായിച്ചു കഴിഞ്ഞപ്പോൾ ഞാൻ അതിനെക്കുറിച്ച് കൂടുതൽ കർത്താവിനോട് ചോദിക്കാൻ തുടങ്ങി. എന്താ കർത്താവ് ഇതിൻ്റെ അർത്ഥം? ഇത് വലിയൊരു വാക്കാണല്ലോ. അങ്ങനെ വായിച്ചു കഴിഞ്ഞപ്പോൾ എനിക്ക് അതിന് കുറച്ചൊരു പിടി കിട്ടിയത് ഇതാണ്: ഈ ലോകം മുഴുവൻ സൃഷ്ടിച്ച ദൈവത്തിൻ്റെ ഒരു ഗിഫ്റ്റാണ് നമ്മൾ ഓരോരുത്തരും. ഹല്ലേലൂയ. ഈ ലോകം മുഴുവൻ സൃഷ്ടിച്ച ദൈവത്തിൻ്റെ ഒരു ഗിഫ്റ്റാണ് നമ്മൾ ഓരോരുത്തരും. അത് ഇത്രയും വലിയ ഗിഫ്റ്റ്, നമ്മൾ മനുഷ്യർ തരുന്ന ഒരു ഗിഫ്റ്റിന് വേണ്ടിയിട്ട് കാത്തിരിക്കും. പക്ഷേ ദൈവം തന്നെ ഒരു ഗിഫ്റ്റ് നമുക്ക് ദൈവം തന്നെ ഒരു ഗിഫ്റ്റ് ഒരു അമ്മയുടെ ഉദരത്തിൽ ഇട്ടുകൊടുത്തിരിക്കുകയാണ്. അതും എങ്ങനെ? മാതാവിൻ്റെ ഉദരത്തിൽ. അതായത് ജെറമിയ 1:5. മാതാവിൻ്റെ ഉദരത്തിൽ നിനക്ക് രൂപം നൽകുന്നതിന് മുൻപേ ഞാൻ നിന്നെ അറിഞ്ഞു, ജനിക്കുന്നതിന് മുൻപേ ഞാൻ നിന്നെ വിശുദ്ധീകരിച്ചു. അതിൻ്റെ അർത്ഥം വലുതാണ്. അതായത് മാതാവിൻ്റെ ഉദരത്തിൽ ഒരു ഗിഫ്റ്റായിട്ട് നമ്മൾ വെറുതെ ഇട്ട് കൊടുക്കുക മാത്രമല്ല, മാതാവിൻ്റെ ഉദരത്തിൽ നിനക്ക് രൂപം നൽകുന്നതിന് മുൻപേ ഞാൻ നിന്നെ അറിഞ്ഞു. അതായത് നമ്മുടെ ക്വാളിറ്റീസ്, ദൈവം തന്നിട്ടുള്ള ക്വാളിറ്റീസ്, ഈ ലോകത്തിൻ്റേതായിട്ടുള്ള ക്വാളിറ്റീസ് അല്ല. ജനിക്കുന്നതിന് മുൻപേ ഞാൻ നിന്നെ വിശുദ്ധീകരിച്ചു. അപ്പം ദൈവം നമ്മളെ വെറുതെ അല്ല ഭൂമിയിലേക്ക് വിട്ടിരിക്കുന്നേ, വിശുദ്ധീകരണം കൂടി നടന്നിട്ടുണ്ട് അവിടെ. വിശുദ്ധീകരണം എന്തിനാ? ഈ ലോകത്തിൽ നമ്മൾ വരുമ്പോൾ അതായത് അന്ധകാര ശക്തികളോട് യുദ്ധം ചെയ്യാനായിട്ട് നമുക്കൊരു ശക്തി വേണം. ആ ശക്തിക്ക് വേണ്ടിയിട്ട് ദൈവം നമ്മളെ വിശുദ്ധീകരിച്ചു, ക്രിസ്തുവിലൂടെ നമ്മളെ അറിയിച്ചു, ക്രിസ്തുവിലൂടെ നമ്മൾ ഈ ലോകത്തിലേക്ക് കൊണ്ടുവന്നു. ക്രിസ്തുവിനെ പോലും, ഏകജാതനെ പോലും ദൈവം നമുക്ക് വേണ്ടി തന്നു. എങ്ങനെ ജീവിക്കണം, എങ്ങനെ നയിക്കണം, മറ്റുള്ളവരെങ്ങനെ സ്നേഹിക്കണം, പരസ്പരം സ്നേഹിക്കുന്നത് എങ്ങനെ എന്നുള്ളതെല്ലാം അറിയാൻ വേണ്ടിയിട്ട് ഈ ദൈവം നമ്മളെ വിശുദ്ധീകരിച്ചു. അതായത് ആ വിശുദ്ധീകരണത്തിലൂടെ കർത്താവിൻ്റെ സ്വരം നമ്മൾ കേൾക്കുമ്പോൾ നമ്മൾ തിരിച്ചറിയും അത് ദൈവിക സ്വരമാണെന്ന്. അതുകൊണ്ട് തെറ്റും ശരിയും നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും.